മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ കബറടക്കം ശനിയാഴ്ച 26 തീയതി ഏപ്രിൽ വത്തിക്കാനിലെ സമയം 10 മണിക്ക്, അതായത് ഇന്ത്യൻ സമയം 1:30 തുടക്കമാവും എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. മറ്റൊന്ന്, പൊതുദർശനവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിന് വേണ്ടി കൂടി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. നാളെ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് നാളെ രാവിലെ മുതൽ പൊതുദർശനം. അതായത് വത്തിക്കാനിലെ സമയം 9 മണിക്ക്, ഇവിടുത്തെ 12:30 പൊതുദർശന ചടങ്ങുകൾ തുടങ്ങും എന്നുള്ള വിവരമാണ് വരുന്നത്. പൊതുജനങ്ങൾക്ക് ഇത്തരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാവും. മാർപ്പാപ്പയുടെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള പേടകം അവിടെ സ്ഥാപിക്കുകയും ചെയ്യും എന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. നിലവിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം സാന്റ മാർത്ത വസതിയിലാണ്, അവിടുത്തെ ചാപ്പലിലാണ് ഉള്ളത്. 12 വർഷം അദ്ദേഹം താമസിച്ച വസതി കൂടിയാണത്. നിലവിൽ വരുന്ന വിവരങ്ങൾ പ്രകാരം, അതായത് ഒരു മാർപ്പാപ്പ കാലം ചെയ്താൽ 4 ദിവസത്തിനും 6 ദിവസത്തിനും ഇടയിലുള്ള ദിവസങ്ങളിലാവും സംസ്കാര ചടങ്ങുകൾ നടക്കുക വത്തിക്കാനിലെ നിയമങ്ങൾ പ്രകാരം. അതുപ്രകാരം 26 ഏപ്രിൽ ശനിയാഴ്ചയാണ് നടക്കുക. വെള്ളി മുതൽ ഞായർ വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ആകുമെന്നുള്ള വിവരങ്ങളായിരുന്നു ഇതുവരെ പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ കർദിനാൾമാരുടെ യോഗത്തിൽ തീരുമാനം ഉണ്ടായിരിക്കുകയാണ്. ഇതുപ്രകാരം അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ സാന്റ മരിയ മജോറെ എന്ന ചാപ്പലിലാണ് നടക്കുക. ഇത് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് പുറത്താണ് ഈ ചാപ്പൽ സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മരണപത്രത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് പ്രകാരം, അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമുള്ള ആർഭാടങ്ങളൊന്നുമില്ലാതെ, ആഡംബരങ്ങളൊന്നുമില്ലാതെയുള്ള ഒരു സംസ്കാര ചടങ്ങുകളാകും ശനിയാഴ്ച നടക്കുക എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 ഈ ചടങ്ങുകൾ ആരംഭിക്കുക എന്നുള്ള വിവരമാണ് കർദിനാൾമാരുടെ യോഗത്തിൽ പുറത്തു വരുന്നത്. ശരി, അൻസു എൽസ സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഖബറടക്ക ചടങ്ങുകൾ ഏപ്രിൽ 26 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. കർദിനാൾമാരുടെ യോഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്.